ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ തലയിൽ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ചോറ്, ഒരു ചെറിയ തവി ചോറ്, പിന്നെ നന്നായിട്ട് പഴുത്ത ഒരു പഴം, ഒരു മുട്ട. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞയുടെ സ്മെല്ല് ഇഷ്ടമല്ലെങ്കിൽ വെള്ളം മാത്രം എടുത്താൽ മതി കേട്ടോ. ഞാൻ മൊത്തത്തിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര്. ഇത്ര വെച്ചിട്ടാണ് ഇന്നത്തെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാണെങ്കിൽ നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനെടുത്തേക്കുന്നത് നമ്മുടെ ചുമന്നരിയുടെ ചോറാണ്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് റൈസ് ആണെങ്കിൽ അതായാലും മതി, ഏതരിയുടെ ചോറായാലും മതി കേട്ടോ. അപ്പോൾ ഞാനെടുത്തേക്കുന്നത് ചുമന്നരിയുടെയാണ്. പിന്നെ ഒരു മുട്ട, പിന്നെ പഴം, ഇത് തൈരാണ്. തൈര് നമുക്ക് ആദ്യം കുറച്ചിട്ടിട്ട് അടിച്ച് നോക്കാം. ചില സമയത്ത് നല്ല വാട്ടറി ആയി പോകും. അപ്പോൾ നമുക്ക് ഒരുപാട് വാട്ടറി ആയിട്ട് വേണ്ട, കുറച്ച് മുടിമിരിക്കണ ഒരു കൺസിസ്റ്റൻസിൽ വേണം ആവാനായിട്ട്. അപ്പോൾ തിക്നെസ് ഒരുപാട് കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ട് വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ പാക്ക് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാൻ നോക്കണം കേട്ടോ, ഒട്ടും കട്ടയിലാണ്ട്. അല്ലെങ്കിൽ കട്ടയുള്ള ഭാഗമൊക്കെ നമ്മുടെ മുടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് കഴുകി കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫേസ് മാസ്ക് അല്ല, ഹെയർ മാസ്ക് ഇടാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നു. കാരണം മറ്റേ ഡ്രസ്സിന് അഴുക്കാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കൊള്ളില്ലാത്തൊരു ടോപ്പൊക്കെ ഇട്ടുണ്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മുടിയിൽ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുടിയിൽ എണ്ണ തേച്ചിട്ടില്ലെങ്കിൽ ഈ ഹെയർ മാസ്കിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ആണെങ്കിൽ നമ്മളിത് അരയ്ക്കുമ്പോഴാണെങ്കിലുണ്ടല്ലോ ഇപ്പോൾ ഇച്ചിരി ലൂസ് കൂടിപ്പോയെന്നൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചോറിട്ടിട്ട് അരച്ചാൽ മതി. അപ്പോൾ ചോറിട്ടിട്ട് അരയ്ക്കുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് കിട്ടും. ഇപ്പം എൻ്റെ ആണെങ്കിൽ കണ്ടത് എനിക്ക് മനസ്സിലാവും, ഇതാ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലൂടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് തലയിൽ തേക്കുമ്പോൾ അത് തലയിൽ ഇരുന്നോളും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രോട്ടീൻ ഹെയർ മാസ്ക് ആണ്. അപ്പോൾ നമ്മൾ തലയോട്ടിൽ തേച്ച് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അത് ലെങ്ത്തിലോട്ടും കൂടെ തേച്ച് കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടാവുള്ളൂ. നല്ല സ്മൂത്തായിട്ട് അത് കിട്ടും. പിന്നെ നമ്മൾ മുടി കഴുകുമ്പോഴാണെങ്കിലും മാസ്ക് നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഷാമ്പു തലയിലിടാം കേട്ടോ. ഷാമ്പു എന്തായാലും ഇടേണ്ട വരും, കാരണം മുട്ടയുടെ ഒരു സ്മെല്ലൊക്കെ ഉള്ള കാരണം കൊണ്ടേ ഷാമ്പു എന്തായാലും ഇട്ടിട്ട് തലയിൽ കഴുകേണ്ടി വരും. പിന്നെ നിങ്ങൾ ഷാമ്പു ഇടുമ്പോഴാണെങ്കിലും ആ ഷാമ്പു ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതെ ഇച്ചിരി വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആ സ്ട്രോങ് ആയിട്ടുള്ള ആ ഷാമ്പൂന്ന് കുറച്ചും കൂടെ ഒന്ന് ഡൈലൂട്ട് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ പുറത്ത് രാജ്യത്ത് താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ വിൻ്റർ ടൈമാണ് മിക്ക കൺട്രീസിലും. അപ്പോൾ നമ്മൾ ചെറിയൊരു ചൂടുവെള്ളത്തിലൊക്കെ ആയിരിക്കും കേട്ടോ തല കഴുകുന്നത്. നമുക്ക് അത് ശരിക്കും തണുത്ത വെള്ളത്തിലങ്ങ് തല കഴുകാൻ പാടായിരിക്കും. തല മരവിക്കണ വരെയൊക്കെ തോന്നും, അത്രയും തണുത്ത വെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ കഴുകണമെങ്കിൽ ഓർക്കണം, മുട്ടയുള്ളത് കാരണം ആ ചൂട് നന്നായിട്ട് കുറയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ മുട്ട പുഴുങ്ങിയ പോലത്തെ ഒരു ചെറിയ പാടകളൊക്കെ തലമുടിയുമ്പോൾ വരും. അതുകൊണ്ട് മാക്സിമം ചൂട് കുറച്ചിട്ട് തലമുടി കഴുകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് ഫസ്റ്റ് പറ്റിയൊരു അബദ്ധമാണത്, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ആ മുട്ടയുടെ ആ പാടകളൊക്കെ തലമുടിയിൽ കളയാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ടയുടെ മഞ്ഞ ആവശ്യമില്ലാത്തവർക്ക് അത് മാറ്റാം. എന്തായാലും നമ്മൾ ഷാമ്പു ഇട്ട് കഴുകണം. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും കുടിക്കുമ്പോൾ മഞ്ഞയും വെള്ളയും കൂടെ ഒന്നിച്ചാണ് എടുക്കാറ്. അങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. പിന്നെന്താ, പിന്നെ ഇതൊരു മിനിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ തലയിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം. മാക്സിമം നിങ്ങൾക്ക് എത്ര നേരം വെക്കാൻ പറ്റുമോ അത്ര നേരം വെക്കാം. സമയം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നേരമൊക്കെ വെക്കാം. പക്ഷെ മിനിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും തലയിൽ അപ്ലൈ ചെയ്താലാണ്, തലയിൽ വെച്ചാലാണ് നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഞാൻ എൻ്റെ മുടി കഴുകണ മുന്നേ കാണാം, ഒരു ചെറിയൊരു വേവി കൈൻഡ് ഓഫ് ഹെയർ ആണ് എനിക്കുള്ളത്. എൻ്റെ മുടി അങ്ങനെ തന്നെ ആയിരുന്നു മുന്നേ. പക്ഷെ ഞാനൊരു 2017 തോന്നുന്നു ഞാനൊരു ഹെയർ സ്മൂത്തനിങ് ചെയ്തായിരുന്നു.
ഹെയർ സ്മൂത്തനിങ് ചെയ്തപ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അത്യാവശ്യം നീട്ടുള്ള മുടിയൊക്കെ ആയതുകൊണ്ട് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ കിട്ടുകയാണെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പക്ഷേ ആ സ്മൂത്തനിങ് ചെയ്ത മുടി വളർന്ന് താഴോട്ട് വന്ന് പിന്നെ വന്ന പുതിയ മുടികൾ അതൊരു ഇച്ചിരിച്ചിങ്ങനെ എന്ത് പറയണ ചുരുണ്ട ടൈപ്പ് ഒരു മുടിയാണ് പിന്നെ വന്നത്. അതെനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെയാണോ വരുന്നതെന്നുള്ളത്. പിന്നെ സാധാരണ വേവി ഹെയറിനേക്കാളൊക്കെ നന്നായിട്ട് ചുരുണ്ട മുടിയാണ് വന്നത്. അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു ടൈപ്പ് മുടിയാണ് എൻ്റെ. പക്ഷേ മുടി കുളിച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് ചുരുണ്ടാണ് എടുക്കുന്നത്. ഇപ്പം സ്മൂത്തനിങ് ചെയ്ത മുടി ഫുള്ള് പോയിട്ടാവും, മൊത്തം വളർന്ന് ഞാൻ വെട്ടിക്കളഞ്ഞിരുന്നു. ഇപ്പം എൻ്റെ നോർമൽ ഹെയർ മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രശ്നം ഇപ്പം ആ നോർമൽ ഹെയർ ഫുള്ള് ഏതാണ്ട് ചുരുണ്ട വാരി കിടക്കുന്നത്. അതുകൊണ്ട് ഇപ്പം എനിക്കറിയില്ല ഇനിയിപ്പോൾ ഡെയിലി ഹെയർ ആയോ അത് നോർമൽ ഹെയർ ആയോ എന്നൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആ കുളിക്കണ ദിവസം മാത്രമേ അത് ചുരുണ്ട് കിടക്കുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും തലമുടി ഇങ്ങനെ ഇവിടെ പൊക്കി വെച്ച് കെട്ടിയിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെ കുറച്ച് നേരം കെട്ടി വെച്ചിട്ട് അഴിച്ചിടുമ്പോൾ വീണ്ടും അതൊരു വേവി കൈൻഡ് ഓഫ് ഹെയറായി മാറാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ശരിക്കും ചുരുണ്ട ഹെയറാണോ അതോ വേവി ഹെയറാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കെട്ടി വയ്ക്കാം. കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് പാത്രത്തിലൊരു ഇച്ചിരിക്കോളം മാസ്ക് ബാക്കിയുണ്ട്. അത് നമുക്ക് ഈ ചുറ്റുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. മുടിയുടെ ചെടയൊക്കെ വിടർത്തിയതിന് ശേഷം വേണം കേട്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ മാസ്ക് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉണങ്ങുന്ന മാതിരി തോന്നും നമുക്ക്. അപ്പോൾ അത് കെട്ട് പിടിക്കും മുടി. പിന്നെ നമ്മൾ അഴിച്ച് കഴുകാനൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ കുറേ മുടി പൊഴിഞ്ഞും പോവും, കെട്ടും പിടിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ മാക്സിമം കെട്ടൊക്കെ കളഞ്ഞ് എണ്ണ തേച്ചിട്ടോ അല്ലെങ്കിൽ എണ്ണ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടോ വേണം ഇടാനായിട്ട്. കാരണം എന്തായാലും ഷാമ്പു ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്തായാലും എണ്ണ അപ്ലൈ ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ താളി ഇടുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, താളി ഇടാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനെടുത്തത് റോബസ്റ്റ പഴമാണ്. ഇവിടെ അതാണ് കൂടുതലും കിട്ടുന്നത്, നന്നായിട്ട് പഴുത്ത റോബസ്റ്റ പഴം. നിങ്ങൾക്ക് നമ്മുടെ ഏത്തക്കയുടെ ആ ഏത്തക്ക എന്നിട്ട് പറയണേ ആ ഏത്തപ്പഴം കിട്ടുകയാണെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇവിടെ ഏത്തപ്പഴം കിട്ടൽ ഇച്ചിരി പാടാണ്. കിട്ടും, പക്ഷേ ആ കറക്റ്റായിട്ട് പഴുത്ത് ഇവിടെ ഇങ്ങനെ മരുന്നടിച്ച് പഴുപ്പിക്കുന്നതാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലെ പോലെ നമ്മളെ നന്നായിട്ട് പഴുത്ത പഴം കിട്ടാറില്ല. അപ്പം ശരി, ഇതാ ഞാനെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് മുടി കഴുകാം. ഹായ്, അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുളി കഴിഞ്ഞ ഉടനെ തന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ കിടക്കുന്നത് ഇങ്ങനെ ചുരുണ്ടാണ്. നമ്മൾ പാക്ക് ഇടുന്ന മുന്നത്തെ ഒരു ഹെയറിൻ്റെ സ്ട്രക്ചറല്ല പിന്നെ കുളി കഴിഞ്ഞപ്പോൾ ഉള്ളത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതാ ഫുള്ള് ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹെയർ മാസ്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു സിറം മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെടയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ്. അപ്പോൾ എല്ലാം ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ മുടിയുടെ കണ്ടീഷൻ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ.